നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിൽ. ഇന്നലെ വൈകിട്ട് മുതൽ തിരുവനന്തപുരം മീഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ന് വൈകുന്നേരം റാന്നി കോടതിയിൽ ഹാജരാക്കും. അതേസമയം പോറ്റിയുടെ സുഹൃത്തും ഇടനിലക്കാരനുമായ വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. ദ്വാരപാലക ശില്പങ്ങളിലേത് ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തിയും മഹസറിൽ ക്രമക്കേട് കാട്ടിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കവരാൻ അവസരമൊരുക്കിയതിൽ സുധീഷ് കുമാറിനും പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതനുസരിച്ചാണ് അറസ്റ്റ് നടപടികൾ ഉണ്ടായിരിക്കുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. 2019 ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ. ചെമ്പ് പാളികളെന്ന് രേഖപ്പെടുത്തിയാണ് സുധീഷ് കുമാർ പോറ്റിയെ സ്പോൺസറാക്കാമെന്ന ശുപാർശ ബോർഡിന് നൽകിയത്. സ്വർണം പൊതിഞ്ഞതെന്ന് അറിഞ്ഞിട്ടും പാളികൾ ഇളക്കിയ സമയത്തും ചെമ്പ് എന്ന് രേഖപ്പെടുത്തി എന്നതാണ് സുധീഷ് കുമാറിന്റെ വീഴ്ച. ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലാതിരുന്നിട്ടും മഹസറിൽ പോറ്റിയുടെ പേരെഴുതിയതും സുധീഷ് കുമാർ ആയിരുന്നു. സ്വർണം കവരാൻ മുരാരി ബാബുവിനൊപ്പം ചേർന്ന് സഹായം ചെയ്തെന്നാണ് നിഗമനം. ശബരിമലയിൽ വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന സുധീഷിന് 1998 ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സ്വർണം പൂശിയത് അറിയാമായിരുന്നുവെന്നും എന്നാൽ ചെമ്പുപാളികൾ എന്നാണ് രേഖപ്പെടുത്തിയത് നൽകിയത് എന്നുമാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കൊണ്ടുപോയ സമയത്ത് അശ്രദ്ധമായാണ് മഹസർ തയ്യാറാക്കിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായികളുടെ കയ്യിലാണ് സ്വർണം കൊടുത്തുവിട്ടതെന്നും കണ്ടെത്തലുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് സുധീഷിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഇതിനിടെ പോറ്റിയുടെ സുഹൃത്ത് CK വാസുദേവനെയും ചോദ്യം ചെയ്യാനായി SIT വിളിച്ചു വരുത്തിയിരുന്നു. കാണാതായ സ്വർണ്ണപീഠം സൂക്ഷിച്ചത് വാസുദേവനാണ്. ശബരിമലയിലെ സ്പോൺസർമാരുടെ പട്ടികയിൽ വാസുദേവനും ഉണ്ടായിരുന്നു. നിലവിലെ തിരുവാഭരണം കമ്മീഷണറായ രജിലാലിനെയും SIT വിളിച്ചു വരുത്തിയിരുന്നു. ഈ വർഷം പാളികൾ കൊണ്ടുപോകുന്നതിനെ എതിർത്തത് രജിലാലായിരുന്നു. വാസുദേവനെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു. അതിനിടെ 1998 ശബരിമലയിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട രേഖകൾ ദേവസ്വം ആസ്ഥാനത്തു നിന്നും SIT പിടിച്ചെടുത്തു. വിജയ് മല്യ നൽകിയ സ്വർണം ഏതൊക്കെ രീതിയിൽ എത്ര അളവിലാണ് ഉപയോഗിച്ചത് എന്നുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളാണ് സംഘത്തിന് ലഭിച്ചത്. രേഖകൾ ആവശ്യപ്പെട്ടെങ്കിലും ഇത് ലഭ്യമല്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് SIT വിശദമായി പരിശോധന നടത്തി രേഖകൾ കണ്ടെടുത്തത്. ദ്വാരപാലക ശില്പങ്ങളിൽ എത്ര അളവിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ട് എന്നതടക്കമുള്ള വ്യക്തമായ വിവരങ്ങൾ ഇതോടെ SITക്ക് ലഭിക്കും. എന്തായാലും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അഥവാ SIT വളരെ കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടിയിട്ടുണ്ട്. തുടർന്നും ചോദ്യം ചെയ്യുകയും നിരവധി വിഷയങ്ങളിൽ തെളിവുകൾ കണ്ടെത്തേണ്ടതുമുണ്ട്. വലിയ തോതിലുള്ള സ്വർണ്ണ കവർച്ച ശബരിമലയിൽ നടത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങളിൽ വ്യക്തത വരുന്നുണ്ട്. ഇതിനിടയിലാണ് വിജയ് മല്യ ശബരിമലയിൽ സ്വർണം കൊടുത്തിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകൾ SIT കണ്ടെത്തുന്നത്. സ്വാഭാവികമായും ഈ രേഖകളോട് താരതമ്യം ചെയ്തുകൊണ്ടായിരിക്കും എത്ര അളവിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക.